നമ്മളെ തൊട്ടടുത്ത് T20 മാച്ച് നടന്നിട്ട് പോകാനും പറ്റിയില്ല. സഞ്ജു സാംസൺ 6 റൺസിന് ഔട്ടാവുകയും ചെയ്ത്. സങ്കടം വന്നാലും ടെൻഷൻ വന്നാലും അത് ഫുഡ് കഴിച്ചങ്ങ് തീർക്കണം. അതാണ് എൻ്റെ പോളിസി. കുറച്ചുപേരെ നിങ്ങൾ പരിചയപ്പെടാണ്ട്, കണ്ടിട്ട് വാ. ഇനി നമുക്ക് മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. വെള്ളം ഒഴിച്ച് വെച്ചേക്കാം, എപ്പോൾ വേണം കുടിക്കണം. കാന്താരി ഇഫ ചിക്കൻ വന്നു, കിങ്സ്റ്റൺ ബീഫ് റിബ് വന്നു, ഇഫ ചിക്കൻ ക്രീമി വന്നു, കിങ്സ്റ്റൺ ചിക്കൻ ക്വാർട്ടർ വന്നു. എവനായിരുന്നു കൂട്ടത്തിലെ കൊമ്പൻ. എൻ്റെ പൊന്നെ, സാധനം കിടുവായിരുന്നു കേട്ടോ. പാൽ പൊറോട്ട ഒരു രക്ഷയില്ല. ഇത്രയും കിടിലൻ സാധനം ഇതുവരെയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പാൽ പൊറോട്ട കൊണ്ടുവന്ന മൺപാത്രം പോലും ഞാൻ വെറുതെ വിട്ടില്ല, മൊത്തത്തിൽ തുടച്ചിഞ്ഞെടുത്തു. 11 പുതിയ നേട്ട. ഇവനാണ് കിങ്സ്റ്റൺ ബീഫ് റിബ്. എന്താ സാധനം, കാണാൻ തന്നെ നല്ല രസം. ബീഫ് റിബ് എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല കേട്ടാ, കണ്ടില്ലേ ഇങ്ങനെ മൊത്തം അകത്താക്കി. എവനാണ് അവൻ, ഇഫ ചിക്കൻ ക്രീമി. സാധനം കൊള്ളാം, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അടുത്തവനാണ് 11 കിങ്സ്റ്റൺ ചിക്കൻ കോട്ടം. ചിക്കനൊക്കെ എന്താ സോഫ്റ്റ്. 11 കാന്താരി ചിക്കൻ. സാധനം കഴിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇവിടെ എവിടെയാണ് എരിവ്, കാന്താരിയുടെ എരിവ് വരുന്നില്ലല്ലോ. പക്ഷെ കഴിച്ചങ്ങ് ചെല്ലുമ്പോൾ ഒരു എരിവങ്ങ് എരിയും മോനെ, അടി വയറ്റിന്ന്. അത് പിന്നെ കുഴപ്പമില്ല, കുറച്ച് ക്രീമി ഇഫ ചിക്കൻ കൂടെ കൂട്ടി കഴിച്ചാൽ മതി. താണ്ടാ കണ്ടില്ലേ, പിറ്റി തീർന്ന കണ്ടില്ലേ ഇഫ ക്രീമി ചിക്കൻ. ലാസ്റ്റ് ഒരു ലൈവും കൂടെ അടിച്ച് ഫുഡ് അടി വൈൻഡപ്പ് ചെയ്ത്. ബോർഡിലുള്ളവന്മാരാണ് ഇവിടുത്തെ കിടിലങ്ങൾ. അത്യാവശ്യം വൈബുള്ള ഒരു ഷോപ്പാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ക്ഷീണിതനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്ന ഊനാലി കയറിയിരുന്ന ആടി. ഫ്രണ്ട്സായിട്ട് വന്ന് വൈബ് അടിച്ച് ഫുഡ് അടിച്ച് ഇരിക്കാൻ പറ്റിയ സ്ഥലം. കട ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഓക്കെ.